ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വയനാട് ജില്ലയിലെ 2014 ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. നമുക്കപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കുറച്ച് നമ്പർ തന്നിട്ട് 2, 3, 5, 7, 11 ഈ ഒരു ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാൻ കഴിയും 2, 3, 5, 7, 11 ഒരു അഭാജ്യ സംഖ്യയുടെ ശ്രേണിയാണ്. അപ്പോൾ 13 നിങ്ങൾ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറെ സംഖ്യാശ്രേണി രീതിയിൽ 100 വരെയുള്ള എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അതുകൊണ്ട് 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. 84 - 27 ആയിരിക്കണം 3 × 2 + 7.5 × 2. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത്. അപ്പോൾ 27 ഹരിക്കണം 3 9 എന്ന് കിട്ടി. പിന്നെ ഗുണനം ചെയ്യണം. 9 × 2 18 7.5 × 2 15. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 81 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വർഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ബുധനാഴ്ചയായിരുന്നു എങ്കിൽ ആ വർഷം ഗാന്ധി ജയന്തി ഏത് ദിവസമായിരിക്കും? ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഡേറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും പ്രധാനപ്പെട്ട ദിവസങ്ങൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കാരണം അത് GK-യിലും ഉപകാരപ്പെടും. ഒരു ക്വസ്റ്റ്യന് ഏതാണ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ കാണാനുള്ള ക്വസ്റ്റ്യൻ GK-ന്ന് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ മാത്സിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ആ ദിവസം അറിയില്ലെങ്കിൽ ഈ ഒരു മാർക്ക് നഷ്ടമാകും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതായാലും പഠിച്ചു വെക്കേണ്ടി വരും. സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15 നമുക്കറിയാമോ, ബുധനാഴ്ച എന്നിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഗാന്ധി ജയന്തി ഒക്ടോബർ 2 അത് ഏത് ദിവസമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ 2 ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓഗസ്റ്റിൽ 16 ദിവസങ്ങളുണ്ട്. അതുപോലെ സെപ്റ്റംബറിൽ 31 ഇല്ല, 30 ദിവസമുള്ളൂ. അതുപോലെ ഒക്ടോബർ 2 ദിവസമാണ് ഉള്ളത്. അത് 3 കൂട്ടിക്കഴിഞ്ഞാൽ 48 എന്ന് നമുക്ക് കിട്ടും. ടോട്ടൽ 48 ദിവസങ്ങളാണ് ഒക്ടോബർ 2 ഓഗസ്റ്റ് 15 ഇടയിലുള്ളത്. ആ 48 നമ്മൾ 7 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും. സിസ്റ്റം 6 സിസ്റ്റം മാത്രം ഇവിടെ നോക്കും. 47 × 6 42 48 ഇവിടെ ഉള്ളത്. അപ്പോൾ സിസ്റ്റം 6 നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ബുധനാഴ്ച +6 ബുധൻ +6 നമുക്ക് വേണ്ടത്. ബുധൻ കഴിഞ്ഞ് 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ സമയം 12:15 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 30 മണിക്കൂർ കൊണ്ടും മിനിറ്റിനെ 5.5 അല്ലെങ്കിൽ 11/2 കൊണ്ട് ഗുണിച്ച് അവ തമ്മിലുള്ള വ്യത്യാസം 180 മുകളിലാണെങ്കിൽ 360 നിന്ന് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. 360 നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 30 × 12 മണിക്കൂർ വരുന്നത്. 5.5 × 15 മിനിറ്റാണ് വരുന്നത്. അപ്പോൾ 360 30 × 12 360 വരും. അതുപോലെ 5.5 എന്ന് പറയുന്നത് 82.50 ആണ്. അപ്പോൾ 277.50 വരും. ആ 277.50 150 മുകളിലാണ്. അതുകൊണ്ട് 360 നിന്ന് മൈനസ് ചെയ്യുക. 360 നിന്നും 277.50 മൈനസ് ചെയ്താൽ 82.50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ കോണളവ് 82.50. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഷെയിം എന്നത് 37,651 എന്നും റോഡ് എന്നത് 24,65 എന്നും എഴുതും. ഈ കോഡ് ഉപയോഗിച്ച് എഴുതിയാൽ ഹിയർ എന്ന് എങ്ങനെ എഴുതാം? ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. കാണാൻ ഈ ഒരു കോഡുകൾ തമ്മിൽ ബന്ധമുണ്ടാകുക. താഴെ അതുപോലെ എഴുതിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ ഹിയർ എന്ന് പറയുന്ന സംഖ്യ H എന്ന് പറയുന്നത് ഇവിടെ 7. അതുപോലെ E എന്ന് പറയുന്നത് 1. അതുപോലെ A എന്ന് പറയുന്നത് 6. അതുപോലെ R എന്ന് പറയുന്നത് 2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 7 1 6 2 എന്ന് ആൻസർ കിട്ടും.
അടുത്ത് 65,872 മൈനസ് 4,117 മൈനസ് 3,218 ഇസിക്കൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് എന്നിട്ട് പ്ലസ് 16,218. ഈ മൂന്ന് സംഖ്യ ഇപ്പോൾ ഈ 65,872 മൈനസ് ഈ രണ്ട് സംഖ്യ മൈനസ് ചെയ്താൽ ഈ 16,218 പ്ലസ് ആ സംഖ്യ അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് മൈനസ് ചെയ്ത ശേഷം ഈ 16,218 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഈ ടോട്ടൽ സംഖ്യയിൽ നിന്നും ഈ ഒരു 65,872 നിന്നും ഈ രണ്ട് സംഖ്യ മൈനസ് ചെയ്ത ശേഷം മൈനസ് ചെയ്താൽ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യ ആ സംഖ്യയിൽ നിന്ന് 16,218 മൈനസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അതവിടെ ചോദിച്ചിട്ടുള്ളത് 42,319 ആൻസർ. ലീന മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ടും ഹിന്ദു മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ടും ഒരു സ്ഥലത്തു നിന്നും രാവിലെ 8 മണിക്ക് കാർ ഓടിച്ചു പോയി. 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ അകലം എത്രയായിരിക്കും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ദിശ അറിയണം. ദിശ അറിയാത്തവർ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. അല്ലെങ്കിൽ ചെറുതായിട്ട് ന്യൂസ് എന്ന് എഴുതിയാൽ മതി. ന്യൂസ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ന്യൂസ് എന്ന് ആലോചിച്ച് അത് എഴുതിയാൽ മതി. അപ്പോൾ ലീന മണിക്കൂർ 40 കിലോമീറ്റർ വേഗത്തിൽ പോയിട്ടുണ്ട്. അതുപോലെ ഹിന്ദു മണിക്കൂറിൽ 30 കിലോമീറ്ററും വടക്കോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഈ വ്യത്യാസമാണ് കണ്ടതുണ്ടോ. ഈ 60 കിലോമീറ്ററാണ് മണിക്കൂറിൽ 40 കിലോമീറ്റർ കഴിയുമ്പോൾ 2 മണിക്കൂറാണ് പറയുന്നത്. 2 മണിക്കൂറിലെ പോയിട്ടുള്ളൂ. അപ്പോൾ 80 കിലോമീറ്റർ. ഇവിടെ എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ ആകുമ്പോൾ 60 കിലോമീറ്റർ, 2 മണിക്കൂർ 60 കിലോമീറ്റർ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചുരുങ്ങിയ വ്യത്യാസം എന്ന് പറയുന്നത് അത് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ ഇക്വേഷന് പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് കർണ സ്ക്വയർ ഇസിക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് മട്ടകോണത്തിൻ്റെ കാണാനുള്ള കർണം കാണാനുള്ളത്. ഇത് പാദം, ഇത് ലംബം, കർണമാണ് ചോദിച്ചിട്ടുള്ളത്. കർണം കാണാനുള്ള ഇക്വേഷനാണ് കർണ സ്ക്വയർ ടു ഇസിക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അത് ചെയ്താൽ 80 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ 6,400 പ്ലസ് 3,600 മൊത്തം 10,000 കിട്ടും. 10,000 എന്ന് പറഞ്ഞാൽ കർണ സ്ക്വയർ ആണ്. അപ്പോൾ കർണം കാണെങ്കിൽ റൂട്ട് 10,000 എടുത്തു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ. ഇത് ഇക്വേഷൻ വെച്ച് ചെയ്യാം. നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യണമെങ്കിൽ 80 പ്ലസ് 80 ഏതാണോ വലിയ ഭാഗം ആ ഭാഗം 2 വട്ടം കൂട്ടുക, മൈനസ് 60 100. സിമ്പിളായിട്ട് ഇക്വേഷൻ കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, ചില സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഉത്തരം കാണാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഏതാണോ പാദമാണ് ഇവിടെ കൂടുതൽ, പാദം കൂടുതലുള്ള സംഖ്യ ഇൻറ്റു 2 വട്ടം കൂട്ടുക, മൈനസ് ലംബമായിട്ടുള്ള സംഖ്യ കുറക്കുക. അപ്പോൾ ആൻസർ കിട്ടും. അത് 90% മാത്രമേ ഉറപ്പ് പറയുന്നുള്ളൂ ആൻസർ. നിങ്ങൾ ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 66.2/3 96 ആയാൽ അതിൻ്റെ 25% എത്ര? 66.2/3 66.2/3 ശതമാനം എന്ന് പറഞ്ഞാൽ 96. ഈ 66.2/3 എന്ന് പറഞ്ഞാൽ അത് മിശ്രഭിന്നാണ്. അത് നമ്മൾ വിഷമഭിന്നാക്കുക. വിഷമഭിന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് 200/3 എന്ന് പറയും. 200/3 ഈ 66.2/3 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കാണാം. 96 ഇൻറ്റു 3 ഇൻറ്റു 100 ആയിരിക്കണം 200. അതാണല്ലോ ഈ 96 ഈ 66.2/3 എന്ന് പറയുന്നത്. 200 ഡിവൈഡ് ബൈ 3 ഈ 66.2/3 എന്ന് പറയുന്നത്. അപ്പോൾ 10 എന്ന് പറയുന്നത് 15ൻ്റെ ഒരു സംഖ്യയുടെ 15% ആ സംഖ്യ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യൽ? 10 ഇൻറ്റു 100 ആയിരിക്കണം 15 അല്ലേ നമ്മൾ ചെയ്യാറ്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. 3 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 200. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ 100 എന്ന് പറയുന്നത് 100% കാണാനാണ്. ഇവിടെ 25% കാണണ്ടുള്ളൂ.
ഇവിടെ ഈ സംഖ്യയുടെ ഈ 96ൻ്റെ ഈ 66/2/3% 96 ആയാന്ന് വെച്ചാൽ 96 ഈ ഒരു എക്സ് എന്ന് പറയുന്ന സംഖ്യയാണ് ഇവിടെ തരാത്തത്. ഈ എക്സിൻ്റെ 66.2/3 ഈ 96 എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ് കാണാനാണ് ഇൻറ്റു 100 ചെയ്യേണ്ടത്. നമുക്ക് എക്സ് കാണേണ്ട ആവശ്യമില്ല, 25% കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അതിനാണ് ഈ 96 ഇൻറ്റു 3 ഇൻറ്റു 25%. 25% മാത്രം കാണേണ്ടത് കൊണ്ടാണ് നമ്മൾ 25 കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ട. ഇവിടെ 100 കണ്ടിട്ട് ഇവിടെ എന്തുകൊണ്ട് 25 കൊടുത്തു എന്ന് കൺഫ്യൂഷൻ വരണ്ട. ഇത് 25% മാത്രം ഈ ഉത്തരം കണ്ടാൽ മതി, അതുകൊണ്ടാണ് 25 കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 100% കണ്ടിട്ട് ആ 100%ൻ്റെ 25% കാണണം. അപ്പോൾ അതിൽ ബെറ്റർ ഇതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 ആൻസർ കിട്ടും. 36. അടുത്തത്, ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 27. പുതുതായി 2 ആളുകൾ കൂടി ചേർന്നതോടെ ശരാശരി 1 വർഷത്തിൻ്റെ വർധനവുണ്ടായി. പുതുതായി വന്ന 2 ആളുകളുടെ ആകെ വയസ്സ് എത്ര? ശരാശരി വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ചെയ്തത് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. അത് മനസ്സിൽ പെട്ടെന്ന് കയറുന്നതാണ് ഈ ശരാശരിൻ്റെ ക്വസ്റ്റ്യൻസ്. ആ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഗ്രൂപ്പിൽ 20 പേരുടെ ശരാശരി വയസ്സ് 27. അപ്പോൾ 20 പേരുടെ ടോട്ടൽ വയസ്സ് പറഞ്ഞാൽ 20 × 27 540 എന്ന് പറയും. ഒരു 2 ആളുകൾ പുതിയ ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 28 ഒരു വർഷം കൂടിയെന്ന് പറഞ്ഞത്. അപ്പോൾ 2 ആൾ കൂടി 29 ആയി. ഇപ്പോൾ ഗ്രൂപ്പിൽ 2 ആളുകൾ ചേർന്നപ്പോൾ കൂടി ചേർന്നപ്പോൾ ഇവിടെ 22 ആൾ ആയി. 28 വയസ്സ് 27 28 വയസ്സ്. അപ്പോൾ 616 കിട്ടും. ഇപ്പോൾ 2 ആൾ വന്ന് 2 ആളുടെയും ആകെ വയസ്സെന്ന് പറഞ്ഞാൽ 616 540 കുറച്ചാൽ 76 ആൻസർ. അടുത്ത ക്വസ്റ്റ്യന് 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏതാണ്? ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യ. ഈ 0.45 എന്ന് പറയുന്നത് 45 ഹരിക്കണം 100 ആണല്ലോ. ഈ 0.45 എന്ന് പറയുന്നത് ഇപ്പോൾ 45 ഹരിക്കണം 100 ആണ് ഈ 0.45 എന്ന് പറയുന്നത്. അപ്പോൾ 45നെ നമ്മൾ ചെറുതാക്കി നോക്കുക. അപ്പോൾ 9 ഡിവൈഡ് ബൈ 20 വരും. 5 കൊണ്ട് വെട്ടിപ്പോയാൽ 5 × 9 45 20 × 5 100. അപ്പോൾ 9/20 ഇവിടെ ആൻസർ. 9 ഡിവൈഡ് ബൈ 20. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 240 മീറ്റർ നീളമുള്ളൊരു തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചിട്ടുള്ളത്. വേഗത എന്ന് പറയുന്നത് ദൂരം ഡിവൈഡ് ബൈ സമയമാണ്. അത് ഓർത്തു വെക്കാൻ പ്രയാസമുള്ളവർ DTS ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്. ഡി കാണാൻ T × S, അതുപോലെ ടൈം കാണാൻ D ഡിവൈഡ് ബൈ S, S കാണാൻ D ഡിവൈഡ് ബൈ T. അപ്പോൾ DTS എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ വേഗത = ദൂരം ഡിവൈഡ് ബൈ സമയം. അപ്പോൾ ഇവിടെ വേഗത തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഈ 72 കിലോമീറ്റർ നമ്മൾ മണിക്കൂറിൽ തന്നിട്ടുള്ളത് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ കാരണം ഇത് ഇവിടെ 240 മീറ്റർ എന്ന് തന്നിട്ടുള്ളത്. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. 72നെ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇവിടെ ഡിവൈഡ് ബൈ അല്ല, മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്തതായിട്ട് ദൂരം തന്നിട്ടുണ്ട്. ദൂരം 240 കിലോമീറ്റർ തന്നിട്ടുണ്ട്. 240 കിലോമീറ്റർ. അപ്പോൾ സമയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദൂരം ഡിവൈഡ് ബൈ വേഗതയാണ് സമയം കാണാനുള്ള ഇക്വേഷൻസ്. അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ 240 ഡിവൈഡ് ബൈ 30. നമുക്ക് ഇവിടെ 240 ആയിരിക്കണം, 20 മാറിപ്പോയതാണ്, ക്ഷമിക്കണം. 20 എന്ന് പറയുന്നത് നമ്മുടെ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വേഗതയാണ് 20 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 240 ആയിരിക്കണം, 20 12 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും നമുക്ക്. ഈ കിലോമീറ്റർ പെർ അവർ തന്നിട്ടുള്ള എല്ലാ വേഗത
നമുക്ക് മീറ്റർ തീവണ്ടിയുടെ നീളം മീറ്ററിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നീളം മീറ്ററിലാണ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വേഗത മണിക്കൂറിലാണെങ്കിൽ അത് കിലോമീറ്റർ പെർ അവറാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു സംഖ്യയെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 സെക്കൻഡ് എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സാധനം 1980 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി എങ്കിൽ അതിൻ്റെ യഥാർത്ഥ വില എന്നാണ്. ഇവിടെ ഒരു 100% ഒരു സാധനം 10% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പോൾ 90% ഈ എമൗണ്ട്. 1980 എന്ന് പറഞ്ഞാൽ 90%. അപ്പോൾ 90% ഉള്ളൊരു സംഖ്യയുടെ അതിൻ്റെ 1% കാണാൻ ഡിവൈഡ് ബൈ 90, അതിൻ്റെ 100% ഇൻറ്റു 100. അത് അവിടെ തന്നിട്ടുള്ളത് 1980 എന്ന് പറഞ്ഞ ഒരു സംഖ്യയാണ്. അതിൻ്റെ 90% ഈ 1980. അപ്പോൾ അതിൻ്റെ 1% കാണാൻ ഡിവൈഡ് ബൈ 90 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 1% കാണാം. ഇൻറ്റു 100 ചെയ്താൽ ആ 100% കാണാം. അപ്പോൾ 2200 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, 12,000 രൂപയ്ക്ക് 12% സാധാരണ പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് പലിശ എത്ര? സാധാരണ പലിശയാണ്, കാണാൻ സിമ്പിളാണ്. അപ്പോൾ 3 വർഷത്തേക്ക് പലിശ എന്ന് പറഞ്ഞാൽ 12, 12, 12, 36% പലിശയാണ്. 36% ഖണ്ഡമായി 12,000ൻ്റെ 36% എന്ന് പറഞ്ഞാൽ 12,000 ഇൻറ്റു 36 ഡിവൈഡ് ബൈ 100, 4,320 രൂപ. 4,320 രൂപയാണ് 12,000ൻ്റെ 36%. അടുത്ത ക്വസ്റ്റ്യന്, 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം? ഇവിടെ M1 ഇൻറ്റു D1 ഇസിക്കൽ ടു M2 ഇൻറ്റു D2. M1 എന്ന് പറഞ്ഞാൽ 18, D1 30, M2 ആണ് കാണാനുള്ളത്. എത്ര ആളുകളാണ് കാണാനുള്ളത്? ഇതിൻ്റെ അടുത്തത് 20 ദിവസം കൊണ്ട് ചെയ്യാൻ എത്ര ആളുകളെ കാണാനുള്ളത്? ഇവിടെ D2 എന്ന് പറഞ്ഞാൽ 20. അത് ചെയ്യുമ്പോൾ M2 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഹരിക്കണമാവും 20. 18 × 30 ഹരിക്കണം 20 എന്ന് പറഞ്ഞ് 27 ആളുകളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാ ആളുകൾ 18 ആളുകളാണ്, ബാക്കി വരുന്നത് 9 ആളുകളാണ്. 9 ആളുകളാണ് ഇനി കൂടുതൽ ആവശ്യമുള്ളത്. ഇവിടെ 18 ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 27 കിട്ടിയാൽ 27 ചെയ്യരുത്. 27 ക്വസ്റ്റ്യനിലുണ്ടാവും. അവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക, എത്ര ആളുകൾ കൂടി വേണമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 18 ആളുകൾ ഓൾറെഡി ഉണ്ട്, 18 ആളുകൾ. അപ്പോൾ ഇനി വേണ്ടത് 9 ആളുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3x ഇസിക്കൽ ടു 729 ആയാൽ എക്സിൻ്റെ വില എത്ര? 3x ഇസിക്കൽ ടു 729. ഈ 729 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 3 കൂടിയാണ്. 3 × 3 × 3 × 3 × 3 ആണ് 729. അപ്പോൾ 3x 3 6 ആണ് 729. അപ്പോൾ എക്സ് ചോദിച്ചിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 6. അടുത്തത്, ഒരു ചതുരത്തിൻ്റെ നീളം 10% വീതി 20% വർദ്ധിച്ചാൽ പരപ്പളവ് എത്ര ശതമാനമാകും? വിസ്തീർണം കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ശതമാനം വർദ്ധിക്കുമെന്ന് ചോദിച്ചിട്ടുള്ളത്. നീളത്തിലുണ്ടായ വർധനവ് എന്ന് പറഞ്ഞാൽ 10%, വീതിയിലുണ്ടായ വർധനവ് എന്ന് പറഞ്ഞാൽ 20%. അപ്പോൾ വിസ്തീർണത്തിലുണ്ടായ വർധനവ് കാണാൻ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ വെക്കാം. A + B + A × B ഡിവൈഡ് ബൈ 100. ഈ ഇക്വേഷൻ കുറേ അധികം സ്ഥലത്ത് ഉപയോഗിക്കാം. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനും മറ്റുള്ള എല്ലാ ഇതിലും ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് നീളത്തിൻ്റെയും B എന്ന് പറയുന്നത് വീതിയെയും നമ്മൾ കണക്കിലെടുത്താൽ 10 + 20 + 10 × 20 ഡിവൈഡ് ബൈ 100. അപ്പോൾ 30 + 2 32% വർധനവാണ് ഉണ്ടായിരിക്കുക. പരപ്പളവിൽ 32% വർധനവുണ്ടായിരിക്കും. അടുത്ത, രാമുവും ബാബുവും ഒരു തുക 2:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ ബാബുവിന് 1500 രൂപ അധികം കിട്ടിയെങ്കിൽ എത്ര രൂപയാണ് വീതിച്ചത്? 2:5 എന്ന അംശബന്ധത്തിലാണ് അവർ വീതിച്ചത്. 1500 രൂപ അധികം കിട്ടി. ഇവിടെ എക്സ് ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണെങ്കിലും നമുക്ക് ഇതെല്ലാം ഒരു ചെറിയൊരു രീതിയിൽ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും.
ഇവിടെ രാമുവിൻ്റെയും ബാബുവിൻ്റെയും അംശബന്ധം എന്ന് പറഞ്ഞാൽ 2:3. ഈ അംശബന്ധത്തിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം 5 - 2 3. അപ്പോൾ ഇവിടെ ആൻസർ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3. ഈ 3 എന്ന് പറയുന്നതാണ് ഈ 1500 എന്ന് പറയുന്നത്. ഈ 3 എന്ന് പറയുന്നവരുടെ വ്യത്യാസം ബാബുവിന് ഏറെ കിട്ടിയ ഈ തുക എന്ന് പറഞ്ഞത് ഇവർ തമ്മിലുള്ള വ്യത്യാസമാണല്ലോ. ഈ 3 എന്ന് പറഞ്ഞാണ് 1500. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ ഈ 3 എന്ന് പറഞ്ഞ 1500 ആകുമ്പോൾ ഒരു അംശബന്ധം എന്ന് പറഞ്ഞത് 3 500. കാരണം /3 500. ഈ 500 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ടോട്ടൽ എത്ര വീതിച്ചറിയാലോ. ഈ അവരുടെ അംശബന്ധത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 7. കാരണം ഇവിടെ 2⁵ തന്നിട്ടുണ്ട്. അത് 7 7 നമുക്ക് അറിയാം. അത് കൂട്ടി വെക്കാം. ഇൻറ്റു 500. അവർ ടോട്ടൽ വീതിച്ച തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാഗം എന്ന് പറഞ്ഞത് 500 നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ അതിൻ്റെ 7 ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 7 അടിച്ചാൽ മതി. 3500 രൂപയാണ് അവർ വീതിച്ചത്, ടോട്ടലായിട്ട് അവർ വീതിച്ചത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.